ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാടൻ. സോ കുറേ ദിവസമായി എഡ്യൂക്കേഷണൽ വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ സൈക്കോളജി വീഡിയോയുമായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അനാലിസിസ് അല്ലാത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വന്നിട്ട് ഇപ്പോൾ കുറച്ചധികം ദിവസമായി. കാരണം നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ്, ഞാനൊരു ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അവിടുന്ന് ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രോപ്പറായിട്ട് എന്താ പറയുക, ഒരു ശ്വാസം വിടാനായിട്ടുള്ള സമയം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് നിങ്ങളെല്ലാവരും കഴിഞ്ഞ എഡ്യൂക്കേഷണൽ വീഡിയോ ഏതാ വേണ്ടത് എന്ന് ലാസ്റ്റ് കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗോൾഡിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടൊരു സെറ്റപ്പ് വേണം എന്നുള്ളതാണ്. ആൻഡ് ഗോൾഡിൻ്റെ സെറ്റപ്പ് വേണം എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഞാൻ വന്നതിന് ശേഷം ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ളൊരു ട്രേഡിങ്ങിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഗോൾഡിൻ്റെ കാര്യമാണ്. ആൻഡ് വെൻ കംസ് ടു നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി, ഇന്നലെ കഴിഞ്ഞ ദിവസം ബായി ഒരു കമൻറ്റിൽ പറയുകയും ചെയ്തു, പോയി വന്നതിന് ശേഷം ക്യാപിറ്റൽ എന്താണ് ട്രേഡ് എടുക്കാനൊരു പേടിയുള്ളത് പോലെ. ആക്ച്വലി പേടിയല്ല. നമുക്ക് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് അപ്പുറത്ത് ഉണ്ട് എന്ന് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും നമ്മൾ എന്തിനാണ് നിഫ്റ്റിയെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് എനിക്ക് മാത്രം വരുന്നൊരു ക്വസ്റ്റ്യൻ അല്ല, ഓൾമോസ്റ്റ് ഒരുവിധം ട്രേഡേഴ്സ് എല്ലാം മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ബൈ നിങ്ങളൊരു വൺസ് ഞാനൊരു ബൈക്ക് എൻ്റെ സ്വഭാവം ശരിക്കും അറിയാം. ബൈ എന്നാണ് ആ പേരുള്ളത്, അത് വെച്ചിട്ടാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നെഗറ്റീവ് വേയിലല്ല ഞാൻ ഒരിക്കലും സംസാരിക്കുന്നത്. നമ്മൾ വൺസ് ഗോൾഡിൽ ട്രേഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഒരു ഈസിനെസ് എന്താണെന്നുള്ളത്. കാരണം നമുക്കൊരു പ്രീമിയം ഡി കെയോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അൺവാണ്ടഡ് ആയിട്ടുള്ള ഗ്യാപ്പ് അപ്പുകളോ ഗ്യാപ്പ് ഡൗണുകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ആൻഡ് വരാൻ പോകുന്ന ന്യൂസുകളെല്ലാം തന്നെ കാലേ കൂട്ടി നമ്മൾ അറിയുന്നുണ്ട്. ഓക്കെ, ഇന്ന സമയത്തൊരു ന്യൂസ് വരാനുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇന്ത്യൻ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ വന്നതിന് ശേഷം പൊട്ടി തകർന്നതിന് ശേഷം വൈകുന്നേരമാണ് പറയുക ഇന്ന കാരണം കൊണ്ട് താഴത്തേക്ക് വീണു, ഇന്ന കാരണം കൊണ്ട് മുകളിലേക്ക് പോയി, അത് ഇത് ബ്ലാ 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 ബ്ലാ. സോ എനിക്ക് തോന്നുന്നു ഭയങ്കര ഈസിയാണ് നമ്മുടെ ഗോൾഡിലേക്ക് ട്രേഡിംഗ് എന്നുള്ളത്. വന്നതിന് ശേഷം എനിക്കൊരു ഫുൾ ഫ്ലെഡ്ജ് ട്രേഡിങ്ങിലേക്ക് മാറാൻ പറ്റിയിട്ടില്ല എന്നുള്ള റിയാലിറ്റിയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ പോലെയല്ല. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാനൊരു ബാങ്ക് നിഫ്റ്റി ട്രേഡർ മാത്രമാണ്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാനിപ്പം മന്ത്ലി എക്സ്പയർ മാറിയതിനു ശേഷം ഒന്നാമത്തെ കാര്യം സെബി തന്നെ പറയുന്ന കണക്കനുസരിച്ച് വെറുതെ 25% വോളിയം മാത്രമേ ഇതുവരെ ജനറേറ്റ് ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. യൂഷ്വലി ജനറേറ്റ് ആവുന്നതിൻ്റെ 25% വോളിയം മാത്രമേ മിഡ് മന്ത് ആയിട്ട് ഒരു മാസം പകുതി പിന്നിട്ടപ്പോഴും ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. സോ അത്ര വോളിയം കുറവ് അവിടെയുണ്ട്. രണ്ടാമത്തെ കേസ് നമ്മളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ വേ ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽസ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. അതിനകത്തൊന്നും ഞാനൊരു കുറ്റമൊന്നും പറയുന്നില്ല. പ്രോപ്പറായിട്ട് ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ചോദിക്കേണ്ടത്, ഇപ്പം കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ള വോളറ്റൈലിറ്റി അപ്പോ സൈഡിലേക്കുള്ള മൂവും ട്രാപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ വരുന്ന പോയിന്റുകളിൽ ഇത്രയും വലിയ പ്രീമിയം ആയതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് സർവൈവ് ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയൊരു പ്രശ്നമാണെന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു വിത്തൗട്ട് എനി ഡബിൾ തിങ്കിങ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള രീതിയിലാവണം. SL വെക്കാതെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ ശരിയാണ്. ബട്ട് ഇത് നമുക്കൊരു പോയിന്റിൽ ട്രേഡ് വരുമ്പം ബാങ്ക് നിഫ്റ്റി കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70-80 പോയിന്റ് SL ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. യൂഷ്വലി പ്രീവിയസ്ലി, അതായത് വീക്ക്ലി എക്സ്പയറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു SL വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 40 പോയിന്റ് ആയിരുന്നു. കാരണം അന്നൊരു 300-350 രൂപ റേഞ്ചിലായിരുന്നു പ്രീമിയം ഉണ്ടായിരുന്നത്. ഇന്ന് അദ്ദമണിയുടെ പ്രീമിയം ഇരിക്കുന്നത് ഏകദേശം 500, 650, 600, 650 എന്നുള്ള റേഞ്ചിലൊക്കെയാണ്. സോ അപ്പം വലിയൊരു പ്രീമിയം SL നമുക്ക് വേണ്ടി വരുന്നുണ്ട്. ആൻഡ് അത്രയും SL എടുക്കാൻ നമ്മൾ വില്ലിങ് അല്ല എന്നുള്ളൊരു കേസ് അവിടെ ഉണ്ട്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്, ഞാൻ അത്ര SL എടുക്കാനും വില്ലിങ് അല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ ചിന്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് 40 പോയിന്റ് SL മാത്രമായിരുന്നു. സോ നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ആയിട്ടുണ്ട്. സോ ഇനി അതൊന്നിങ്ങനെ മാറി വരാൻ ടൈം എടുക്കുമായിരിക്കാം. ടൈം എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ, എടുത്തിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ മാറട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി. കാരണം ഗോൾഡിലൊക്കെ അത്യാവശ്യം നല്ല ട്രേഡുകൾ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഗോൾഡിൽ SL ആയിരുന്നു. ആൻഡ് അതിന് മുമ്പത്തെ ദിവസമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിലായിരുന്നു എൻ്റെ നല്ല ട്രേഡുകളൊക്കെ വരുന്നത്. ആൻഡ് അത് എന്തുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നില്ല, ഗ്രൂപ്പിൽ എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല വെച്ചാൽ, ഡോണ്ട് വറി, ഞാൻ അടുത്ത ആഴ്ച മുതൽ, അതായത് ക്രിസ്മസിന് ശേഷം നമ്മൾ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഗോൾഡിനെ പക്കാ
പ്രൈം ഫോക്കസിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ഇമെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അതിന് നിങ്ങൾ എല്ലാവരും തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെടും. ആൻഡ് ഇനി നമ്മുടെ ഗോൾഡിൽ ട്രേഡ് എടുക്കുന്ന പ്രീമിയം ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എക്സിനസിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനകത്തേക്ക് ഒരു ഫണ്ട് ആഡ് ചെയ്തിട്ട് നമ്മുടെ സപ്പോർട്ട് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ മെയിൽ അയച്ചാൽ മതി, അല്ലെങ്കിൽ ടെലഗ്രാമിലേക്ക് നിങ്ങളുടെ ടെലഗ്രാം നമ്പറിലേക്ക് അയച്ചാൽ മതി. ഓക്കെ, ഈ ഒരു അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും കൂടി കൂട്ടിയിട്ട് ടെലഗ്രാമിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെടും. ആൻഡ് എഗെയിൻ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഗോൾഡിലാണെന്നുണ്ടെങ്കിൽ ഫോറക്സിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എഗെയിൻ ഫോറക്സിലൊക്കെ ട്രേഡുകൾ ഞാൻ അടുത്ത ആഴ്ച മുതൽ ആഫ്റ്റർ ക്രിസ്മസ് എന്തായാലും ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നമ്മൾ ഫോറക്സിനെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാൻ പോവാണ്. ആൻഡ് നമുക്ക് ലിബർട്ടി ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ ഈ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ദുബായിലേക്ക് പോകുന്നതും ഒരാഴ്ചയോളം ഒരു മാസത്തോളം ഞാൻ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒരു ഫോറക്സിലേക്ക് ഫുൾ ടൈം ഓൺ ആയിട്ട് നോക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ട് മാത്രമാണ്. കാരണം ഇന്ത്യൻ മാർക്കറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ആക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ക്രൂവലിറ്റി കാണിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. സോ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് നോക്കാമല്ലോ. സോ നമ്മൾ ഒരുപാട് കഥ പറഞ്ഞു പോയി. നമ്മൾ വന്നിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും പോലെ തന്നെ ഗോൾഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ആൻഡ് ഇതിനകത്ത് നമ്മൾ 3 ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. 3 ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും തലപോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നും അറിയാത്ത ഒരാൾക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ എക്സ്പ്ലനേഷൻസ് മിക്കവാറും ഒക്കെ അങ്ങനെയാണ് ഉണ്ടാവാറ് എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ള സന്തോഷവും എനിക്കുണ്ട്. സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോവാം. സെറ്റപ്പുകൾ ക്ലീൻ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആൻഡ് ഇതിനകത്ത് ടാർഗറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തൊരു പരിപാടിയില്ല. ഡെഫിനറ്റ്ലി സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ആൻഡ് സ്റ്റോപ്പ് ലോസ് വരുമ്പം മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് $3 ഞാൻ SL ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന 10 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 എടുക്കാം, അതല്ല 7 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 എടുക്കാം. ഏറ്റവും മിനിമം 1:2 നിങ്ങൾക്ക് പക്കയാണ്. 1:3 $3 SL വെച്ചിട്ട് $15 വന്നിട്ടുള്ള ദിവസങ്ങളുണ്ട്, $8 വന്നിട്ടുള്ള ദിവസങ്ങളുണ്ട്, 10 ഓൾമോസ്റ്റ് എല്ലാ കേസുകളിലും വരുന്നുണ്ട്. പ്ലസ് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീക്കിലുണ്ടായിരുന്ന ആ ഒരു വീഴ്ചയുണ്ടല്ലോ, ഏകദേശം $50-60 അത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നൊരു സിനാരിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മുടെ സെറ്റപ്പ് വർക്ക് ആവുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ചാർട്ടിൽ വാച്ച് ചെയ്യേണ്ടത്, ഏതാണ് ഈ 3 ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചാർട്ടിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് ഗോൾഡിൻ്റെ ചാർട്ടിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് പെപ്പർ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർട്ടിനെയാണ്. നമുക്ക് ഗോൾഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചാർട്ടുകൾ കാണാൻ പറ്റും. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ചാർട്ട് എന്ന് പറയുന്നത് പെപ്പർ സ്റ്റോൺ എന്നുള്ള ചാർട്ടാണ്. സോ പെപ്പർ സ്റ്റോണിൻ്റെ ചാർട്ടിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 2 hours ടൈം ഫ്രെയിമാണ്. സോ ഓഫ് കോഴ്സ് ഞാനിവിടെ 2 സ്ക്രീനിനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പ്രീമിയം ട്രേഡിംഗ് വ്യൂവിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഒന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഇവിടെ ഞാൻ 2 സ്ക്രീനിനെ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കത് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ്. സോ ഇതിനകത്ത് ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ സെഷനിലേക്ക് പോയിട്ട് ഇവിടെ ഞാൻ ഇൻഡിക്കേറ്റർ സെഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് XTREND എന്നുള്ളതാണ് കേട്ടോ. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, കണ്ടോ, എക്സ്ട്രീം ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. എക്സ്ട്രീം ട്രെൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെവലപ്പറുടെ പേര് കാണാൻ പറ്റും. ഏകദേശം 4092 യൂസേഴ്സ് ഉള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. സോ ഈ ഒരു ഇൻഡിക്കേറ്ററിനെ ഞാൻ ചാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ഞാൻ ആഡ് ചെയ്യുന്നത് only 2 hours ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് മാത്രമാണ്. ക്ലിയർ ആണോ? ഈ 2 hours ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് മാത്രമാണ് ഞാൻ ഈ എക്സ്ട്രീം ട്രെൻഡിനെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഞാൻ എക്സ്ട്രീം ട്രെൻഡിനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് സിമ്പിളായിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഇൻഡിക്കേറ്ററാണ്. ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എക്സ്ട്രീംലി ബുള്ളിഷ് ആണ്, അല്ലെങ്കിൽ ബുള്ളിഷ് മൊമെൻറ്റമാണ് ഉണ്ടാവുക. ഞാൻ ബയ്യിങ് ട്രേഡിനെ മാത്രമേ നോക്കുള്ളൂ. ട്രേഡിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല. ഫസ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ കണ്ടീഷൻ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നത്. സോ ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോയി എക്സ് ട്രെൻഡിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയില്ലേ. ആൻഡ് ഇനി ഞാൻ ഇവിടുന്ന് ബയ്യിങ് ട്രേഡിനെ മാത്രമേ നോക്കുകയുള്ളൂ. ആൻഡ് ഈ ബയ്യിങ് ട്രേഡിനെ നോക്കുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് എക്സാമ്പിളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് എന്തായി, ഇവിടുന്ന് നേരെ മാർക്കറ്റ് മുകളിലേക്ക് പോയി അല്ലേ.
ഇതിൻ്റെ മുകളിൽ എക്സ്റ്റൻഡിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് ക്യാൻഡിൽ ക്ലോസ് കാണിച്ചു. ഇവിടെ റെഡോ ഗ്രീനോ ഒന്നും ഞാൻ മൈൻഡ് ആക്കുന്നില്ല കേട്ടോ. ഈ ലൈനിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് ക്യാൻഡിൽ ക്ലോസ് കാണിച്ചു. ഇനി ഞാൻ ഇവിടുന്ന് ബൈ ട്രേഡ് മാത്രമേ നോക്കുള്ളൂ. എവിടുന്നാണ് ഞാൻ ബൈ ട്രേഡ് നോക്കുക? ഇവിടുന്ന് നോക്കുമോ? നോക്കൂല. എനിക്ക് മാർക്കറ്റ് താഴത്തേക്ക് വരേണ്ടതുണ്ട്. എക്സ്റ്റൻഡിൻ്റെ ഏറ്റവും തൊട്ടടുത്ത പോയിന്റിലേക്കെങ്കിലും മാർക്കറ്റ് എത്തേണ്ടതുണ്ട്. ഒന്നെങ്കിൽ ഇവിടെ ഞാൻ നോക്കും, അല്ലെങ്കിൽ ഇവിടെ ഞാൻ നോക്കും. ഇവിടെ ഞാൻ ബൈ ട്രേഡിനെ കുറിച്ച് നോക്കൂല. ഇവിടെയും ഒന്നും ഞാൻ ബൈനെ നോക്കൂല. എഗെയിൻ പിന്നെ ഞാൻ ബൈനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലേ നോക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ. ഇപ്പോൾ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിലും ബൈ എനിക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല. എനിക്ക് ഈ ട്രെൻഡ് നെഗറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ട്രെൻഡ് നെഗറ്റീവ് ആവുന്നുള്ളൂ. ഇനി ഞാൻ ബൈ നോക്കൂല. ക്ലിയർ ആണോ? ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതോടുകൂടി, ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തതോടുകൂടി ഇവിടെ എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും സെൽ ട്രേഡ് വരുന്നില്ല. ആൻഡ് ഇവിടെ ഈ ക്യാൻഡിൽ താഴത്ത് ക്ലോസ് ചെയ്തതോടുകൂടി ഇവിടെ എനിക്ക് ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ബൈ ട്രേഡും വരുന്നില്ല. സോ ഒരു സൈഡ് ഞാൻ എന്ത് ചെയ്യാണ്? ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ചെയ്ത് കളയാണ് അല്ലേ? ഇപ്പം ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു പോയിന്റിൽ ലെറ്റ്സ് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ഇതിൻ്റെ തൊട്ട് മുമ്പ് എന്തായിരുന്നു മാർക്കറ്റിൻ്റെ കണ്ടീഷൻ? യെസ്, മാർക്കറ്റ് എന്തായിരുന്നു? ഇവിടുന്ന് മാർക്കറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണല്ലേ. ഇതിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് തന്നു. ആൻഡ് അഗെയിൻ ഞാൻ വെയിറ്റ് ചെയ്തു ഈ ഒരു ലെവലിൽ വന്ന് ബൈ ട്രേഡിനെ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് ഇവിടെ എനിക്ക് കിട്ടി. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റിനെ എടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് എടുക്കുന്നത്? ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ 2 hour ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെയാണ് അല്ലേ. സോ എനിക്ക് എൻട്രി കിട്ടേണ്ടത് എവിടെയാണ്? ഈ എക്സ്ട്രീം ടെന്നിൻ്റെ തൊട്ടടുത്താണ്. സോ മാർക്കറ്റ് ഇവിടെ എത്തേണ്ടതുണ്ട്. എനിക്ക് ബൈ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ എത്തേണ്ടതുണ്ട്. അങ്ങനെ ഇവിടെ വന്നാൽ മാത്രമേ ഞാൻ ബൈ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുള്ളൂ. എനിക്ക് വേണ്ടത് ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഏറ്റവും തുമ്പത്ത് കൊണ്ടുപോയിട്ടല്ല ഞാൻ ബൈ ചെയ്യാൻ പോണേ. സോ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്കുള്ള ട്രേഡ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് ഞാൻ എടുക്കും. ബട്ട് അടുത്ത ക്യാൻഡിൽ വന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് തന്നെ ഉണ്ടായി. ആൻഡ് ഈ ഒരു ക്യാൻഡിൽ താഴത്തേക്ക് വന്നു. ആരുടെ താഴത്തേക്ക് വന്നു? എക്സ്ട്രീം ട്രെൻഡിൻ്റെ താഴത്ത് വന്നിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. സോ ഇതോടുകൂടി ഈ സെറ്റപ്പ്, അതായത് ബൈ സൈഡ് എനിക്ക് ഇൻവാലിഡ് ആയി. ഇനിയുള്ള സെൽ സൈഡ് മാത്രമാണ്. സോ സെൽ സൈഡിൽ ഞാൻ എവിടെയെങ്കിലും ട്രേഡ് എടുക്കുമോ? എവിടെയെങ്കിലും ഞാൻ ട്രേഡ് എടുക്കൂല. ഞാൻ എന്ത് ചെയ്യും? ക്യാൻഡിൽ ഇവിടെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഞാൻ വെയിറ്റ് ചെയ്യാണ് പ്രൈസ് ഇങ്ങോട്ട് വരാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ നിയറസ്റ്റ് പോയിന്റിലേക്ക് വരാനായിട്ട്. സോ ഇവിടുന്ന് എനിക്ക് സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി കണ്ടാൽ ഞാൻ സെല്ലെടുക്കും. ആൻഡ് എഗെയിൻ ഇവിടെ എത്തി പ്രൈസ് അല്ലേ. ഇവിടെ തൊട്ടടുത്ത് എക്സ്ട്രീം ട്രെൻഡിൻ്റെ തൊട്ടടുത്തെത്തി. ഇവിടുന്ന് സെൽ സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി കണ്ടാൽ ഞാൻ ട്രേഡ് എടുക്കും. ബട്ട് ഇവഞ്ച്വലി അടുത്ത 2 hour ക്യാൻഡിൽ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. അതോടുകൂടി എനിക്ക് ബൈ ട്രേഡ് മാത്രമേ വരുന്നുള്ളൂ. സോ ബൈ ട്രേഡിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. ഇവിടുന്ന് എനിക്ക് ബൈ ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡ് എടുത്തേനെ. അതിനകത്ത് എനിക്ക് SL കിട്ടിയേനെ ഡെഫിനറ്റ്ലി. ബട്ട് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ഇതിൻ്റെ താഴെയാണ്. സോ അതോടുകൂടി ഞാൻ സെൽ സൈഡിലേക്ക് മാറി. ഇവിടുന്ന് ഞാൻ ട്രേഡ് എടുക്കൂല. അടുത്ത പ്രൈസ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. സോ ഇവിടെ പ്രൈസ് വന്നു. ഇവിടുന്ന് എനിക്ക് താഴത്തേക്കുള്ള ട്രേഡ് കിട്ടി. എഗെയിൻ ഇവിടുന്ന് ഞാൻ പുതിയ ട്രേഡിനെ പ്ലാൻ ചെയ്യില്ല. എഗെയിൻ പ്രൈസ് ഇവിടെ വന്നു, എനിക്ക് അടുത്ത ട്രേഡ് കിട്ടി. ഇവിടുന്ന് ഞാൻ പുതിയ ട്രേഡിനെ പ്ലാൻ ചെയ്യൂല. എഗെയിൻ ഇവിടെ പ്രൈസ് വന്നു, താഴത്തേക്കുള്ള ട്രേഡ് എനിക്ക് കിട്ടി. എഗെയിൻ ഈ ഒരു അടുത്ത പോയിന്റ് എന്ന് മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുള്ളൂ. ആൻഡ് ഇവിടെ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തു. അടുത്ത ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തു. ഇതിനിടയിൽ എനിക്ക് ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? എനിക്ക് പ്രൈസ് എക്സ്റ്റൻഡിൻ്റെ അടുത്തേക്ക് വരണം. ആ വന്നിട്ടുള്ളത് ഏകദേശം ഈ ഒരു പോയിന്റ് എന്നാണ്. ഇവിടുന്ന് ട്രേഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴത്തേക്ക് പോയനെ. ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൈസ് എന്തായിട്ടുണ്ട്? ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതോടുകൂടി എനിക്ക് ഡൗൺ ട്രെൻഡ് ഇൻവാലിഡ് ആയി. ഇനി ഞാൻ ബൈ മാത്രമേ നോക്കുള്ളൂ. ആൻഡ് ആ ബൈ ഞാൻ കാത്തിരിക്കുമ്പോൾ മാർക്കറ്റ് വീണ്ടും ഈ ഒരു പോയിന്റിൽ വന്നിട്ട് ഒരു ബൈ ട്രേഡ് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തേനെ. ബട്ട് ഇവഞ്ച്വലി ക്ലോസ് ചെയ്തിട്ടുള്ളത് വീണ്ടും താഴെ തന്നെയാണ് അല്ലേ. സോ എനിക്ക് താഴത്തേക്കുള്ള ട്രേഡ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സോ താഴത്തേക്കുള്ള ട്രേഡ് മാത്രം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ക്യാൻഡിൽ ഇരിക്കുന്നത് ഇവിടെയാണ്. എനിക്ക് എക്സ്റ്റൻഡിൻ്റെ തൊട്ടടുത്താണ് എനിക്ക് എൻട്രി വേണ്ടത്. അപ്പം ഇത് ഏകദേശം അടുത്താണ്. ബട്ട് ഇനി ഇത് അടുത്തല്ലായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ എത്തി അടുത്ത ക്യാൻഡിൽ ക്ലോസ്. എഗെയിൻ അടുത്ത ക്യാൻഡിൽ ക്ലോസ് ഇവിടെയാണ്. അടുത്ത ക്യാൻഡിൽ ക്ലോസ് ഇവിടെ. ഇപ്പം എക്സ്റ്റൻഡിൻ്റെ അടുത്തെത്തി അല്ലേ. ഇനി താഴത്തേക്കുള്ള ട്രേഡ് മാത്രമേ ഞാൻ നോക്കുള്ളൂ. ആൻഡ് എഗെയിൻ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് തന്നു. മുകളിലേക്ക് ഇതുവരെ ഡൗൺ ട്രെൻഡ് ആയിരുന്നു. എഗെയിൻ ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് വന്നു. ഇനി മുകളിലേക്കുള്ള ട്രേഡാണ്. എഗെയിൻ ഇവിടെ വന്നു. ഇവിടുന്ന് എനിക്ക് ബൈ എൻട്രി ഞാൻ പ്ലാൻ ചെയ്യും. എഗെയിൻ ഇവിടെ വന്നു. ഇവിടുന്ന് ഞാൻ ബൈ എൻട്രി പ്ലാൻ ചെയ്യും. ഇവിടെ ഒന്നും ഞാൻ ട്രേഡ് എടുക്കൂല. എന്തുകൊണ്ടാണ്? എനിക്ക് എക്സ്റ്റൻഡിൻ്റെ തൊട്ടടുത്ത് വരണം. എഗെയിൻ ഇവിടെ വന്നു. ഇവിടുന്ന് ഞാൻ ബൈയിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യും. സംഭവം എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് ഇവിടുന്ന് നോക്കിയപ്പോൾ വീണ്ടും മാർക്കറ്റിൻ്റെ ട്രെൻഡ് റിവേഴ്സലായി. ഇവിടുന്ന് ഷോർട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് ചെയ്യും. SL ഞാൻ വാങ്ങിക്കും, നോ ഡൗട്ട്. ഇതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഇനി ഇവിടുന്ന് ഞാൻ ബൈ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യും. എഗെയിൻ ബൈ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുള്ളൂ. ഈ റെഡ് ക്യാൻഡിൽ എങ്ങനെ ബൈ ട്രേഡ് എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടോ? ഈ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ നെഗറ്റീവ് ആവുന്നുള്ളൂ. ഇതിന് മുമ്പ് എനിക്ക് ബൈ മാത്രമേ വരുള്ളൂ അല്ലേ. ഞാൻ അത് കഴിഞ്ഞു. വീണ്ടും മാർക്കറ്റ് ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തു. ഇവിടുന്ന് സെല്ല് ഞാൻ പ്ലാൻ ചെയ്യും. എഗെയിൻ സെല്ല് ഞാൻ പ്ലാൻ ചെയ്യും. ഇവിടെ എൻ്റെ എക്സ്ട്രീം ട്രെൻഡിൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. എഗെയിൻ ഇവിടുന്ന് ഞാൻ സെല്ല് പ്ലാൻ ചെയ്യും. ആൻഡ്
ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത് വരെ ഞാൻ സെല്ല് പ്ലാൻ ചെയ്തതിനെ ഇവിടുന്ന് എഗെയിൻ എനിക്ക് ക്യാൻഡിൽ ക്ലോസ് കിട്ടി. ബട്ട് ഇവിടെ ഒന്നും ഞാൻ ട്രേഡ് എടുക്കില്ല. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ, ഏറ്റവും അടുത്ത പോയിന്റിലേക്ക് മാർക്കറ്റ് എത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ഒരു ബൈ ട്രേഡിലുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ എടുക്കും. എഗെയിൻ ഇവിടുന്ന് ഒരു ബൈ ട്രേഡിലുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ എടുക്കും. ആൻഡ് സോ ഓൺ സോ ഫാർ. ഇപ്പോൾ എല്ലാവർക്കും കാര്യം വ്യക്തമായിട്ട് എങ്ങനെയാണ് ഞാൻ എക്സ്ട്രീം ട്രെൻഡിനെ യൂസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലേക്ക് പോവാം. സോ എക്സ്ട്രീം ട്രെൻഡ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുക? 2 hour ടൈം ഫ്രെയിം ചാർട്ടിൽ മാത്രമാണ് ഞാൻ എക്സ്ട്രീം ട്രെൻഡിനെ യൂസ് ചെയ്യുന്നത്. അവിടെ മാത്രമേ എനിക്ക് അതിൻ്റെ പരിപാടിയുള്ളൂ. ആൻഡ് ഞാനിപ്പം ഇവിടെ ഇനി 3 minute ടൈം ഫ്രെയിം ചാർട്ടിലേക്കാണ് പോകുന്നത്. എനിക്ക് വേണ്ടത് എന്താണ്? ട്രേഡ് എടുക്കാനായിട്ട് എനിക്ക് വേണ്ടത് 3 minute ടൈം ഫ്രെയിം ചാർട്ടാണ്. ആൻഡ് ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് വീഡിയോ വാച്ച് ചെയ്താൽ മതി. നോ വറീസ്, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. ഇപ്പം ഞാൻ 18th മുതലുള്ള ഡാറ്റ ഇവിടെ 18th ആണോ 11th ആണോ? യെസ്, 18th മുതലുള്ള ഡാറ്റ ഞാനിവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ നോക്കുമ്പോൾ 18th എന്ന് പറഞ്ഞ പോയിന്റിൽ എക്സ്ട്രെൻഡ് എന്താ കാണിക്കുന്നത്? എക്സ്ട്രെൻഡിൻ്റെ ഇവിടെ എൻ്റെ മുകളിലാണുള്ളത് അല്ലേ? പ്രോപ്പർ എനിക്ക് ഓപ്പർച്യൂണിറ്റി വരുന്ന പിന്നെ ഒരു പോയിന്റിലാണ് എക്സ്ട്രെൻഡ് ഇരിക്കുന്നത് അല്ലേ? സോ ഇപ്പം ഞാൻ ഇവിടുന്ന് നോക്കുന്നത് എന്താണ്? എനിക്ക് പ്രൈസ് എവിടെ എത്തേണ്ടതുണ്ട്? ഈ ഒരു പോയിന്റിൽ എത്തേണ്ടതുണ്ട്. ഈ ഒരു മാർക്കിങ്ങിനെ നിങ്ങൾ വിട്ടേക്കുക. ഈ ഒരു പോയിന്റിലേക്ക് പ്രൈസ് എത്തേണ്ടതുണ്ട്. എങ്ങോട്ട് എത്തണം? ഈ ഒരു ലോവർ ലെവലിലേക്ക് പ്രൈസ് എത്തണം. കാരണം ഇവിടെ ഇതിൻ്റെ എക്സ്ട്രെൻഡിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്ട്രെൻഡിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ എക്സ്ട്രെൻഡിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ എക്സ്ട്രെൻഡിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടുന്ന് എനിക്ക് ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടുന്ന് എനിക്ക് ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് ഇതൊന്നും നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് ചാർട്ടില്ലാത്തത് കൊണ്ട് പിന്നെ ഞാനത് മാർക്ക് ചെയ്തിട്ടില്ല. ബട്ട് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഒഴിവാക്കി. കാരണം അത് കുറച്ച് ദൂരെയാണുള്ളത് അല്ലേ? സോ ഞാൻ ഇവിടുന്ന് വെയിറ്റ് ചെയ്തു. ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നു. ഏതൊരു പോയിന്റ് എന്നാ? ഈ ഒരു പോയിന്റ് എന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? എക്സ്ട്രീം ട്രെൻഡിൻ്റെ ഏകദേശം തൊട്ടടുത്ത് ഈ ഒരു പോയിന്റ് എത്തി. ഇനി ഇവിടെ നിന്നാണ് എൻ്റെ ബൈ ഓപ്പർച്യൂണിറ്റി വരാൻ പോണേ. സോ ബൈ എടുക്കാൻ ഞാൻ എൻട്രി എടുക്കാൻ പോകുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്? 3 minute ടൈം ഫ്രെയിം ചാർട്ടിലാണ് ഞാൻ എൻ്റെ എൻട്രി എടുക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ 2 ഇൻഡിക്കേറ്ററിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്താണ്? RSI. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ച് മാത്രമാണ്. സോ RSIയിൽ ഞാൻ എന്താ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്? ജസ്റ്റ് ഇൻഡിക്കേറ്ററിലേക്ക് പോയി RSI എന്ന് ടൈപ്പ് ചെയ്തു. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്നുള്ള ഇൻഡിക്കേറ്റർ ഞാൻ എടുത്തു. ഞാൻ എന്നിട്ട് അതിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോകാൻ പറ്റും. സോ ഞാനിവിടെ ഇൻപുട്ടിൽ ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. സ്റ്റൈലിൽ വന്നിട്ട് ഇതാണ് എൻ്റെ സെറ്റിംഗ്സ് ഉള്ളത്. RSIനെ മാത്രമേ ഞാൻ പിന്നെ ഓണാക്കി വെച്ചിട്ടുള്ളൂ. ഇവിടെയുള്ള MAയും കിമ്മയും ഒക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ആൻഡ് അഗെയിൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത് RSI അപ്പർ ബാൻഡ് 55 ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഇതിനകത്ത് ഉണ്ടാവുക 70 ആണ്. RSI ലോവർ ബാൻഡ് 45 ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഇതിനകത്ത് ഉണ്ടാവുക 30 ആണ്. ദാറ്റ്സ് ഇറ്റ്. ഈ 2 വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനെ ഓക്കെ കൊടുത്തിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് താഴത്തേക്കുള്ള ട്രേഡ് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ RSI 45ൻ്റെ താഴെ പ്രോപ്പറായിട്ട് വരേണ്ടതുണ്ട്. മുകളിലേക്കുള്ള ട്രേഡ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ RSI 65ൻ്റെ മുകളിലേക്കും പോകേണ്ടതുണ്ട്. ഇൻ ബിറ്റ്വീൻ 45 and 65 എനിക്ക് പ്രത്യേകിച്ച് ട്രേഡോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഏരിയയാണ്. ആൻഡ് അഗെയിൻ ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. EMA എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ എന്ന് കിട്ടും. മൂവിങ് ആവറേജ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് 15 പീരീഡ് ആണ്. 15 പീരീഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. 1545 ഒരു EMA സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഒരുപാട് ആൾക്കാർ സ്റ്റിൽ അത് ബാങ്ക് നിഫ്റ്റിയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാം. ആൻഡ് അതേ ഒരു സെറ്റപ്പിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ യൂസ് ചെയ്യാം? ഗോൾഡിൽ യൂസ് ചെയ്യാം കേട്ടോ. 1545 5 minute ടൈം ഫ്രെയിം ചാർട്ട്. ബട്ട് ഇനി അത് പിന്നെ അതിനേക്കാളും ഒന്നുകൂടി ഈസിയാണ്. ട്രെൻഡിൻ്റെ കൂടെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. സോ ഞാൻ ഇട്ടുള്ളത് EMAയുടെ ലെങ്ത് ഇട്ടുള്ളത് 15 ആണ്, 15 ആണ്. സോ ഞാൻ എൻ്റെ എൻട്രി ഇനി വരാൻ പോകുന്നത് ഇതിനകത്ത് മാത്രമാണ്. സോ ഇത്ര സിമ്പിളായിട്ടാണ് കാര്യങ്ങളുള്ളത്. വൺസ് ഇതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രീം ട്രെൻഡിനെ ചാർട്ടിൽ നിന്ന് ഒഴിവാക്കിയേക്കാം. നിങ്ങൾ എന്ത് മാത്രമേ നോക്കേണ്ടതുള്ളൂ? ഒരു ദിവസം രാവിലെ ട്രേഡ് എടുക്കാൻ വരുമ്പോൾ ചാർട്ട് ഓപ്പൺ ആക്കി അതിനെ 2 hours മാറ്റി 2 hours മാറ്റിയിട്ട് എക്സ്ട്രെൻഡിനെ അതിനകത്തേക്ക് പ്ലോട്ട് ചെയ്തു. എക്സ്ട്രെൻഡിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ബൈയിങ് ട്രേഡ് മാത്രമേ വരുള്ളൂ. എക്സ്ട്രെൻഡിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് ട്രേഡ് മാത്രമേ ആവുള്ളൂ. സോ 2 മണിക്കൂറിൻ്റെ ക്യാൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ എക്സ്ട്രെൻഡിൻ്റെ അല്ലെങ്കിൽ 2 മണിക്കൂറിൻ്റെ ചാർട്ടിലേക്ക് നോക്കിയിരിക്കേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ചുമ്മാ ഒന്ന് പിന്നെ 2 hours മാറ്റിയിടുക. ആൻഡ് എക്സ്ട്രെൻഡിനെ ജസ്റ്റ് ഒന്ന് ഓണാക്കുക, ഓഫ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എഗെയിൻ മാർക്കറ്റ് എന്തായി? ഇവിടുന്ന് എൻ്റെ ഈ ഒരു പോയിന്റിൽ ഏകദേശം എക്സ്ട്രെൻഡിൻ്റെ അടുത്തേക്ക് വന്നു അല്ലേ? സോ ഇവിടെ എത്തുമ്പോൾ എന്താവുന്നുണ്ട്? മാർക്കറ്റിൽ ക്യാൻഡിൽ 3 minute ക്യാൻഡിലാട്ടോ അവിടെ വാച്ച് ചെയ്തിട്ടുള്ളത്. 3 minute ക്യാൻഡിൽ 3 minute ക്യാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 15 EMAയിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. 15 EMAയിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ടൊരു ക്യാൻഡിൽ ക്ലോസ് തന്നിട്ടുണ്ട്. ആ സെയിം ക്യാൻഡിലിൻ്റെ RSI വാല്യൂ എന്ന് പറയുന്നത് എത്രയുണ്ട്? ആ സെയിം ക്യാൻഡിലിൻ്റെ RSI വാല്യൂ
57.51 ഇരിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. RSIയുടെ വാല്യൂ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 57.51 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ എൻട്രി ആക്റ്റീവ് ആവുന്ന പോയിന്റ്. ഓക്കെ ആണോ? സോ ഈ പോയിന്റിൽ എൻ്റെ എൻട്രി ആക്റ്റീവായി. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് എന്തായി? ഒരു ഡയറക്ഷണൽ മൂവ് തന്നെ മുകളിലേക്ക് കാണിച്ചു തന്നു അല്ലേ? എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവ് ആണെന്ന് നോക്കി. ആൻഡ് ഇനി അടുത്ത എൻട്രി എൻ്റെത് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കാൽപ്പ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ട്രേഡ് എടുത്തു. ലെറ്റ്സ് അസ്യൂം ഇവിടെ ഒഴിവാക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പം ഞാൻ ഇതിനകത്ത് എത്ര പോയിന്റ് SL വെച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. ഇതിനകത്ത് 3.7 വെച്ചിട്ടുള്ളത്. 3 വെച്ചാൽ മതി. മാക്സിമം SL 3 എന്നുള്ള ലെവലിൽ ക്ലീപ്പ് ചെയ്താൽ മതി. ആൻഡ് ഇവിടെ ഞാൻ 1:2 പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും എൻ്റെ 1:2 ആക്റ്റീവ് ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത്? ഏകദേശം 1:2 എനിക്ക് ഇവിടെ അച്ചീവ് ആയി അല്ലേ? ആൻഡ് 1:2 എടുത്തിട്ട് ഞാൻ ഈ ചാർട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് വെച്ചോ, അടുത്ത എൻ്റെ എൻട്രി വരാൻ പോകേണ്ടത് എവിടെയാ? മാർക്കറ്റ് നേരെ താഴത്തേക്ക് വന്നു. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞത്. 1:2 വേണോ അതോ 3ക്ക് പകരം 10 വേണോ, 3 റിസ്ക് വെച്ചിട്ട് 10 പ്രോഫിറ്റ് എടുക്കണോ, 15 പ്രോഫിറ്റ് എടുക്കണോ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇങ്ങനെയാണ് വലിയ ട്രേഡുകളാണ് ഇതിനകത്ത് വരുന്നത്. സോ 1:2 ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി. ബട്ട് അടുത്ത ട്രേഡ് എൻ്റെത് വരേണ്ടത് എവിടെയാണ്? അടുത്ത ട്രേഡ് എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്രൈസ് താഴത്തേക്ക് വരണം ഓഫ് കോഴ്സ്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ആര് കൂടി താഴത്തേക്ക് വരേണ്ടതുണ്ട്? ഇവിടെ RSI കൂടി താഴത്തേക്ക് വരേണ്ടതുണ്ട്. സെറ്റായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഇവിടുന്ന് പ്രൈസ് എന്തായിട്ടുണ്ട്? ഈ ഒരു പോയിന്റിലേക്ക് പ്രൈസ് എത്തിയിട്ടുണ്ട് അല്ലേ? ആൻഡ് ഇവിടുന്ന് പ്രൈസ് 1 സെക്കൻഡ്, ഞാൻ RSIയുടെ ചാർട്ട് കൊണ്ടുവന്നിട്ടാ. ഇവിടുന്ന് പ്രൈസ് താഴത്തേക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഇവിടുന്ന് പ്രൈസ് താഴത്തേക്ക് വന്നു. ആൻഡ് ഈ ഒരു പോയിന്റിൽ നിന്ന് എഗെയിൻ RSIയുടെ വാല്യൂ എത്ര ആവുന്നുണ്ട്? RSI 54.68, 55 ആയിട്ടില്ല, 51. എഗെയിൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 55.10. ഇവിടെ ക്രൈറ്റീരിയ ഒക്കെ അച്ചീവ് ആയി അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ക്യാൻഡലിന്റെ മുകളിലേക്ക് ഞാൻ മൗസിനെ വെക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് RSIയുടെ വാല്യൂ എത്രയും കാണാൻ പറ്റുന്നത്? 55.10. ഈ 55.10 എന്നുള്ള പോയിന്റിൽ ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് ആക്റ്റീവ് ആവോ? ഇതാണ് പോയിന്റ് അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് ആക്റ്റീവ് ആവൂല. എന്തുകൊണ്ടാവാത്തെ? ഇവിടെ ഞാൻ മൗസിനെ വെക്കുമ്പം, ഇവിടെ ഞാൻ പിടിക്കുമ്പം ഈ എക്സ്ട്രീം ട്രെൻഡ് ഇവിടെയാണ് ഇരിക്കുന്നത്. അതായത് 2 hours ടൈം ഫ്രെയിം ചാർട്ടിൽ എക്സ്ട്രീം ട്രെൻഡിൻ്റെ ഇവിടെയാണ് എക്സ്ട്രീം ട്രെൻഡ് ഉള്ളത്. പ്രൈസ് നിൽക്കുന്നത് ഇവിടെയാണ്. ഇത്രയും ഡിഫറൻസ് ഉണ്ട്. എനിക്ക് എവിടെയാണ് ട്രേഡ് വേണ്ടത്? എനിക്ക് ഈ ട്രേഡ് വരേണ്ടത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റാണ്. എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം, ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രീം ട്രെൻഡിനെ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാവും. എപ്പോഴൊക്കെ എക്സ്ട്രീം ട്രെൻഡിൽ നിന്ന് പ്രൈസ് ഒരുപാട് മുകളിലേക്ക് പോകുന്നോ, ഈ എക്സ്ട്രീം ട്രെൻഡ് അല്ലെങ്കിൽ പ്രൈസ് എക്സ്ട്രീം ട്രെൻഡിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രീം ട്രെൻഡ് പ്രൈസിനെ ആകർഷിക്കുന്നുണ്ട്. രണ്ടിലൊന്നും നടക്കുന്നുണ്ട്. എഗെയിൻ മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകുന്നു, മാർക്കറ്റ് എക്സ്ട്രീമിൻ്റെ തൊട്ടടുത്തേക്ക് വരുന്നു. എഗെയിൻ മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകുന്നു, മാർക്കറ്റ് തൊട്ടടുത്തേക്ക് വരുന്നു. എഗെയിൻ മാർക്കറ്റ് തെറിച്ച് ദൂരെ പോകുന്നു, എഗെയിൻ താഴെ വരുന്നു. എഗെയിൻ മാർക്കറ്റ് ദൂരെ പോകുന്നു, എഗെയിൻ താഴെ വരുന്നു. സോ ആ ഒരു വരവ് വരും. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഇതിൻ്റെ തൊട്ടടുത്ത് എന്നുള്ള രീതിയിൽ പറഞ്ഞത്. സോ അപ്പോൾ നിങ്ങൾ 1:2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ട്രേഡ് എക്സിറ്റ് ആയി. പിന്നെ നിങ്ങൾക്ക് അടുത്ത ട്രേഡ് വരാൻ പോകുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഏതാണ് ആ പോയിന്റ് എന്ന് പറയുന്നത്? ഏകദേശം ഞാൻ ഈ ചാർട്ടിൽ നിന്ന് ചെറുതാക്കാം. ഇപ്പം അടുത്ത ട്രേഡ് നിങ്ങൾക്ക് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വന്നു. ഇവിടെയാണ് അടുത്ത ട്രേഡ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എങ്ങനെയാ? പ്രൈസ് നേരെ ഇവിടെ വന്നു, എക്സ്റ്റെൻഡിൻ്റെ ഏകദേശം തൊട്ടടുത്ത് തന്നെ വന്നു. ആൻഡ് അതിനുശേഷം സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഒക്കെ കാണിച്ചു തന്നു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 56.93, ഏകദേശം 57 കിട്ടിയിട്ടുണ്ട് അല്ലേ? 57 കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ എത്ര പോയിന്റ് SL ഇട്ടിട്ടുള്ളത്? ലെറ്റ്സ് സേ ഞാനിവിടെ ഓക്കെ, അത് കുറേ പോയിട്ടുള്ള ട്രേഡാണ് നോക്കുന്നു. സോ ഇവിടെ ഞാനിട്ടുള്ളത് $3 എന്നുള്ള ലെവൽ തന്നെയാണ് SL ഇട്ടിട്ടുള്ളത്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രേഡ് നിങ്ങളുടെ കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ നിങ്ങൾക്ക് കഴിയുമായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്ന ട്രേഡായിരുന്നു ഇത്? ഈ ഒരു മൊമെൻറ്റം എന്ന് പറയുന്നത് ഏകദേശം 1:21 മൂവ് ആയിട്ടുണ്ട് അല്ലേ? 1:8 മൂവ് ആയിട്ടുണ്ട്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങറ്റം വരെ പോയിട്ടുണ്ട്. ബട്ട് ഏകദേശം $21 മൂവ് ആയിട്ടുള്ള ട്രേഡാണത്. സോ അത് നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും വലിയൊരു പ്രോഫിറ്റ് ആയനെ. ആൻഡ് അഗെയിൻ അടുത്ത ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും 1:15 ഒക്കെ പോയിട്ടുണ്ട്. ഞാൻ 15ൻ്റെ ഭാഗത്തേക്കോ 12ൻ്റെ ഭാഗത്തേക്കോ 1:41ൻ്റെ ഭാഗത്തേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല. 1:2 നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ചെറിയ പ്രോഫിറ്റുകൾ കിട്ടിയാൽ മതി, എന്നാൽ തന്നെ നമുക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വലിയ അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എഗെയിൻ ഇവിടെ നിന്നും ഈ ഒരു പോയിന്റ് മാർക്കറ്റ് പോയി. പിന്നെ ഇവിടെ നിന്നും എൻ്റെ ട്രേഡ് വരുന്നില്ല. ഇവിടുന്ന് ലാസ്റ്റ് പ്രൈസ് ഉണ്ടായി നേരെ താഴത്തേക്ക് വന്നു അല്ലേ? ഇവിടെ വന്നു. ഈ ഒരു പോയിന്റിൽ എനിക്ക് എൻട്രി ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് വീണ്ടും എൻ്റെ ട്രേഡ് എന്താവുകയാണ്? ആക്റ്റീവ് ആവുകയാണ്. നോക്കിയേ, ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് എന്തായി? എക്സ്ട്രീം ട്രെൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്രൈസ് വന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം എന്തായിട്ടുണ്ട്?
RSIയുടെ വാല്യൂ 65 ആയിട്ടുണ്ട്. EMAയിൽ ടച്ച് ഉണ്ട്, ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബൂം, എത്ര പോയിന്റാണ് വന്നിട്ടുള്ളത്? 13-14 പോയിന്റ്സാണ് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ ബോധമല്ല. ഞാനിവിടെ ആകെ $3 SL സെറ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് 1:2 കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ 1:3 കിട്ടുന്നുണ്ടോ? മോർ ദാൻ ഇനഫ്. ബാക്കി നിങ്ങളായി, നിങ്ങളുടെ പാടായി. പറയാൻ കാരണം എന്താ? കപ്പാസിറ്റി ഉള്ള ആളുകൾ ഉണ്ടാവും, ട്രയൽ ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രയൽ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ അച്ചടക്കത്തോടു കൂടി അടുത്ത ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എക്സ്ട്രീം ട്രെൻഡിന്റെ തൊട്ടടുത്തേക്ക് മാർക്കറ്റ് വരുമ്പോഴാണ്. അതുവരെ കാത്തിരിക്കുക. ആൻഡ് എഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോയി, എഗെയിൻ താഴത്തേക്ക് വന്നു. ഇത്രയും വലിയ ക്യാൻഡിൽ സെല്ലുണ്ടോ? നോ സെൽ. കാരണം എന്താ? ഇതിന്റെ മുകളിലാണ്, ബൈ മാത്രമേ ഉള്ളൂ. ഇവിടെ മാർക്കറ്റ് വന്നു, ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് എന്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്? ഓപ്പർച്യൂണിറ്റി കാണിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ടൊന്ന് മാർക്ക് ചെയ്യുക. കാരണം ഇവിടെ ഒന്നും ബൈ ആക്റ്റീവ് ആയിട്ടില്ല കേട്ടോ. ഇവിടെ നിന്നൊക്കെ ബൈ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? RSI ലെവലിന്റെ മുകളിൽ പോകണം അല്ലേ? ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് RSI മുകളിലേക്ക് പോകുന്നത്. സോ ഇവിടെ വെച്ചിട്ട് വീണ്ടും എനിക്ക് എൻ്റെ ബൈ ആക്റ്റീവ് ആവുകയാണ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രൈസ് എന്തായിട്ടുണ്ട്? ഇത്രയും ദൂരെ തെറിച്ചു പോയ പ്രൈസ് ആയിരുന്നു, എക്സ്ട്രീം ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട്. എഗെയിൻ ഇവിടുന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ബും, ഞാൻ എൻ്റെ എൻട്രിയിലേക്ക് പോവാണ്. ആൻഡ് എഗെയിൻ $3 ഞാൻ എൻ്റെ SL ആയിട്ട് കീപ്പ് ചെയ്യാണ്. എഗെയിൻ എനിക്ക് എന്താണോ കഴിയുന്നത് ആ ഒരു പ്രോഫിറ്റ് ഞാൻ എടുക്കുകയാണ്. ഇവിടെ 115 പോയിട്ടുണ്ട്. ഐ ഡോണ്ട് കെയർ. ഞാൻ ആകെ ആലോചിക്കുന്നത് 1:2 കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ്. എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇവിടെ ഒന്നും എനിക്ക് ആക്ഷൻ ഇല്ല. കാരണം ഇവിടെ ഇങ്ങോട്ടേക്ക് പ്രൈസ് വരേണ്ടതുണ്ട് അല്ലേ? ഇപ്പം നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഇപ്പം ഇതെന്താ റിയൽ മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും എന്നറിയോ? ഈ മാർക്കറ്റ് ഇവിടെ ആയിരിക്കും, എക്സ്ട്രീം ട്രെൻഡ് ഇവിടെ ആയിരിക്കും. ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ എക്സ്ട്രീം ട്രെൻഡ് നേരെ താഴെ ആയിരിക്കും. സോ ഇത്രയും ദൂരം വ്യത്യാസമുണ്ട് അല്ലേ? ഇത് ഇവിടെ എത്തുമ്പം ഇത് ഇവിടെ ആയിരിക്കും. ഇത്രയും ദൂരം വ്യത്യാസമുണ്ട്. ഇതിവിടെ എത്തി, ഇതിവിടെ നിൽക്കുന്നത്, ഇതിവിടെ എത്തി, ഇതിവിടെ നിൽക്കുന്നത്. ബട്ട് ഇവിടെ എത്തിയപ്പം ഇവൻ ഇങ്ങോട്ട് താഴത്തേക്ക് വന്നു. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു പോയിന്റിൽ എത്തുമ്പം ഇവൻ ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഞാനിത് എവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? ലെറ്റ്സ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. ഇവിടെ എനിക്ക് ട്രേഡ് വരുന്നില്ല കേട്ടോ, വരൂല. എന്തുകൊണ്ടാ? ഇവിടുന്ന് ഞാനൊരു ബൈ ട്രേഡിനെ കുറിച്ച് മാത്രം ആലോചിക്കുള്ളൂ. കാരണം അപ്പോഴും ഇതെന്താണ്? ഈ ഒരു ലെവൽ എക്സ്ട്രീം ട്രെൻഡിന്റെ മുകളിലായിരിക്കുന്നത്. സോ ഇവിടെ എത്തി. ആൻഡ് ഇവിടുന്ന് എനിക്ക് ബൈ ട്രേഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പോവും. നമ്മൾ പോയിട്ട് SL നമ്മൾ വാങ്ങിക്കും. കാരണം SL കൂടി കിട്ടണം. നമ്മൾ ഇത്ര നോക്കിയിട്ട് നമുക്ക് SL കിട്ടിയിട്ടില്ല അല്ലേ? സോ ഇവിടുന്ന് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ? 54.06 54 കിട്ടൂല. 55 മുകളിലേക്ക് പോയാൽ മാത്രമേ എൻട്രി ആക്റ്റീവ് ആവുള്ളൂ അല്ലേ? സോ ഇവിടെ നമുക്ക് എൻട്രി വന്നിട്ടില്ല. ആൻഡ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാ? നെഗറ്റീവ് ക്യാൻഡിലായിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് അല്ലേ? സോ എഗെയിൻ മാർക്കറ്റ് ഏകദേശം എക്സ്ട്രീം ട്രെൻഡിന്റെ തൊട്ടടുത്താണുള്ളത്. സോ ഇവിടുന്ന് എനിക്ക് ഈ ഒരു ക്യാൻഡിൽ, അടുത്ത ക്യാൻഡിൽ എനിക്ക് സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെല്ലിനെ കുറിച്ച് പ്ലാൻ ചെയ്യും. ഇവിടെ എനിക്ക് സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടി. ബട്ട് ഇവിടെ എന്തായിട്ടില്ല? മാർക്കറ്റ്, അതായത് ഈ RSI ഇതിൻ്റെ ഉള്ളിൽ കയറി താഴത്തേക്ക് വന്നിട്ടില്ല അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം RSIയുടെ സ്കാൽപ്പിംഗ് സെറ്റപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതേ സെറ്റപ്പാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഇതേ പോയിന്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കയറി ഇറങ്ങുന്ന കാര്യമൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ക്വിക്കായിട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവാം. ആൻഡ് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ വെച്ചിട്ട് എൻ്റെ എൻട്രി ആക്റ്റീവ് ആവും. ആൻഡ് അതിനകത്തും എനിക്ക് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടായേനെ. ആൻഡ് അഗെയിൻ ഇവിടെ നിന്നൊന്നും പിന്നെ എനിക്ക് അടുത്ത എൻട്രി ഇല്ല. പിന്നെ എൻ്റെ അടുത്ത എൻട്രി വരാൻ പോകുന്നത് എവിടെയാ? ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ്. ഏത് പോയിന്റിൽ? ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് എൻ്റെ എൻട്രി വരാൻ പോകുന്നത്. സോ ഇവിടെയും എനിക്ക് എൻട്രി ആക്റ്റീവ് ആവുന്നില്ല അല്ലേ? ഇവിടെ ഒന്നും നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് എനിക്ക് കിട്ടിയിട്ടില്ല അല്ലേ? ആൻഡ് ഇവിടുന്ന് ഒരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് ഇവിടെ തന്നു. സോ അതിനുശേഷം പിന്നെ ഞാൻ സെല്ല് നോക്കുന്നില്ല. ഇത് ഞാൻ റോങ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആൻഡ് ഇനി എനിക്ക് ബൈ ട്രേഡ് മാത്രമേ വരുള്ളൂ. എഗെയിൻ മാർക്കറ്റ് എന്തായി? ഇവിടെ വന്ന് എക്സ്ട്രീം ട്രെൻഡിന് തൊട്ടടുത്ത് തന്നെ വന്നു അല്ലേ? ഈ എക്സ്ട്രീം ട്രെൻഡിന് തൊട്ടടുത്ത് തന്നെ വരുമ്പം എഗെയിൻ ഇനി എവിടെയാണ് എൻ്റെ ആക്ഷൻ വരാൻ പോകുന്നത്? ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് എൻ്റെ ആക്ഷൻ വരാൻ പോകുന്നത്. ഇവിടുന്ന് എഗെയിൻ എൻ്റെ ട്രേഡ് വന്നു. ഷാർപ്പായിട്ടുള്ള അപ്പോസൈഡിലേക്കുള്ള മൂവ് കാണിച്ചു. എഗെയിൻ ഈ ക്യാൻഡിൽ എന്ത് ചെയ്തു? നേരെ എക്സ്ട്രീം ട്രെൻഡിന്റെ തൊട്ടടുത്ത് തന്നെ വന്നു. എഗെയിൻ അടുത്ത ഓപ്പർച്യൂണിറ്റി എനിക്ക് മാർക്കറ്റ് കാണിച്ചു തന്നു. ആൻഡ് എഗെയിൻ ഞാനൊരു പ്രോഫിറ്റിലേക്ക് തന്നെ പോയിട്ടുണ്ട്. എഗെയിൻ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ബൈ വരുമോ? 1 സെക്കൻഡ്. ഇവിടെ എനിക്ക് ബൈ വരേണ്ടതല്ലേ? ഇല്ല, ഇവിടെ എക്സ്ട്രീം ട്രെൻഡിന്റെ മുകളിലാണ് മാർക്കറ്റ് ഉള്ളത്. സോ ഇവിടെ എനിക്ക് ട്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് വരിക? ഈ ഒരു പോയിന്റിലായിട്ടാണ് എനിക്ക് ട്രേഡ് വരിക. ഈ എക്സ്ട്രീം ട്രെൻഡിന്റെ തൊട്ടടുത്ത പോയിന്റിലേക്ക് ആയിട്ടാണ് എനിക്ക് ട്രേഡ് വരിക. സോ ഇവിടെയാണ് എനിക്ക് ട്രേഡ് വരേണ്ട പോയിന്റ്. ആൻഡ് ഈ ഒരു പോയിന്റിലേക്ക് ആയിട്ടാണ് എനിക്ക് ട്രേഡ് വരിക. അപ്പം ഇവിടെ എനിക്ക് 60 എബോ ആണ് വേണ്ടത്. 60 എബോ എന്ന് പറയുമ്പം ഇവിടെ ഈ ഒരു ക്യാൻഡിലെ മുകളിലായിട്ടായിരിക്കും എനിക്ക് ട്രേഡ് വരിക. ഈ ഒരു ക്യാൻഡിലെ മുകളിലായിട്ടായിരിക്കും എനിക്ക് ട്രേഡ് വരാൻ പോകുന്നത്. കാരണം RSIയുടെ 55 RSIയുടെ 55ന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതൊരു SL ആണ്. SL ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്.
ആൻഡ് എഗെയിൻ ഇവിടെ വീണ്ടും എനിക്കൊരു ട്രേഡ് വന്നിട്ടുണ്ട്. അതിനകത്ത് വീണ്ടും ഞാൻ SL വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ട്രേഡാണിത്. സോ ഇവിടെ വീണ്ടും ഞാൻ SL വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് എഗെയിൻ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള അപ്പോ സൈഡിലേക്കുള്ള മൊമെൻറ്റം, അതായത് ഇവിടെ RSI എന്തായി തൊട്ടടുത്ത് തന്നെ വന്നിട്ടുണ്ട് അല്ലേ. ഇവിടുന്ന് RSI എന്തായി ക്യാൻഡിൽ എന്തായി 2 അവർ ക്യാൻഡിൽ എന്തായി എക്സ്ട്രീമിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്നിട്ടുണ്ട്. വന്നിട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിയിൽ എനിക്കിവിടെ ടച്ച് കിട്ടി. EMAയിൽ ടച്ച് ഉണ്ട്. RSI എബോ 55 ഉണ്ട്. എൻ്റെ എൻട്രി ആക്റ്റീവ് ആവുന്നുണ്ട്. ആൻഡ് ആ ഒരു എൻട്രിയിൽ എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് പ്രോഫിറ്റിനെ ഞാൻ ബുക്കും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് അഗെയിൻ നിങ്ങളത് സ്കാൽപ്പായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1:2 ഇവിടെ എത്തുമ്പോഴത്തിന് കിട്ടുന്നില്ലേ നമുക്ക്? 1:2 ഇവിടെ എത്തുമ്പോഴത്തിന് കിട്ടുന്നില്ലേ? 1:1.5 ഏകദേശം 1:2 കിട്ടുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വീണ്ടും ഒരു സ്കാൽപ്പ് ആക്റ്റീവ് ആവുന്നുണ്ട്. സ്കാൽപ്പ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നോക്കി ഷാർപ്പായിട്ടുള്ള അടുത്ത മൊമെൻറ്റം എങ്ങനെയാണ് വരുന്നത്? ഇവിടുന്ന് മാർക്കറ്റിൽ നമ്മൾ ആദ്യത്തെ എൻട്രി എടുത്തു. എഗെയിൻ പ്രൈസ് ഏകദേശം എക്സ്ട്രീം ട്രെൻഡ് തൊട്ടടുത്ത് വന്നു. റിവേഴ്സായി പോകുന്ന പോക്കിൽ നമ്മൾ എൻട്രി എടുത്തു. ആൻഡ് ബൂം എഗെയിൻ അല്ലേ. പിന്നെ അടുത്ത ട്രേഡ് നമുക്ക് വരാൻ പോകുന്ന പോയിന്റ് ഏതാണ്? ഈ ഒരു പോയിന്റാണ്. ഈ ഒരു പോയിന്റിൽ വന്നിട്ട് എഗെയിൻ നമുക്ക് ബൈ ആക്റ്റീവ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് സെല്ലിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല കേട്ടോ. ഇവിടുന്ന് വീണ്ടും നമ്മളെ ബൈ ട്രേഡ് ഈ ഒരു പോയിന്റിൽ 54 ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മുടെ ബൈ ആക്റ്റീവ് ആവും. ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ എക്സ്ട്രീമിൻ്റെ കുറേ മുകളിലാണ് അല്ലേ. സോ ആ ഒരു എൻട്രി നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്കൊരു പ്രോപ്പർ എൻട്രി കിട്ടിയില്ല. ഈ ഒരു ക്യാൻഡിലിൻ്റെ ജസ്റ്റ് ഒരു പോയിന്റ് കൂടി 54.07 ആണ്. അത് പിന്നെ പ്രോപ്പറായിട്ട് 55 ആണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് എൻട്രി ആക്റ്റീവ് ആവേണ്ട പോയിന്റാണ്. ആൻഡ് ലെറ്റ് ഇറ്റ് ബി പോട്ടെ, ഒരു കുഴപ്പമില്ല. സോ ഇങ്ങനെയാണ് നമ്മളുടെ ട്രേഡിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് ഇവിടെ ഞാൻ റിസൾട്ട് ഞാനിവിടെ പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ നിർബന്ധമായിട്ടും എന്തായാലും ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. സോ ഞാനിവിടെ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ക്വിക്കായിട്ട് ഒന്നും കൂടി പോവുകയാണ്. ബാക്കിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് പിന്നെ കാണിച്ചു തരാണ് നിങ്ങൾക്ക്. സോ എഗെയിൻ ഞാൻ ഈ ചാർട്ടിലേക്ക് എക്സ്ട്രീം ട്രെൻഡിനെ ആഡ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങൾക്ക് 3 ഇൻഡിക്കേറ്റർ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, 3-ൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. സോ അത് എങ്ങനെ നമുക്ക് പിന്നെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ചാർട്ടിലേക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഇതിനകത്ത് 5 ഇൻഡിക്കേറ്റർ ഒക്കെ പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്വിക്കായിട്ട് 2 അവർ ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയി. 2 അവർ ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുമ്പം എനിക്കിവിടെ കാണാൻ പറ്റും ഇതാണ് എൻ്റെ എക്സ്ട്രീം ട്രെൻഡ്. ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ഈ ചാർട്ടിൽ നടക്കുന്ന ബാക്കിയുള്ള കഥകളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വിഷയമില്ല എന്നുള്ളതാണ് അല്ലേ. ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു പോയിന്റിലേക്ക് എത്തിയിട്ട് ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ മാർക്കറ്റ് ഒരു ക്യാൻഡിൽ ക്ലോസ് കാണിച്ചു തന്നു അല്ലേ. ഈ ഒരു പോയിന്റിൽ എക്സാക്ട്ലി ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് ഒരു ക്യാൻഡിൽ ക്ലോസ് കാണിച്ചു തന്നു. സോ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു പോയിന്റിൽ ഒരു ലൈനിനെ ഇങ്ങനെ വരച്ച് വെക്കുകയാണ്. ഞാൻ എനിക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലൈനിനെ വരച്ച് വെച്ചു. എന്നിട്ട് ഞാൻ അഗെയിൻ 3 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയിട്ട് എക്സ്ട്രീം ട്രെൻഡിനെ ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി എനിക്കിതിൻ്റെ ആവശ്യമില്ല. ആൻഡ് എക്സ്ട്രീം ട്രെൻഡ് 2 അവറിലാണ് ഞാൻ നോക്കിയിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയാം. അത്ര പെട്ടെന്നൊന്നും പിന്നെ അത് തിരിഞ്ഞും മറിഞ്ഞും പോകില്ല അല്ലേ. സോ ഞാനിവിടെ നോക്കുമ്പം എവിടെയാണ് ഞാൻ ആ വരച്ചിട്ടുള്ള ലൈൻ വന്നിട്ടുള്ളത്? സോ ഈ ഒരു പോയിന്റിലാണ്. സോ ഇതിനകത്ത് SL ഇവിടെയും വന്നിട്ടുണ്ട്. 2 SL വന്നിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പും SL വന്നിട്ടുണ്ട്. SL എന്തായാലും വരും. ഇവിടുന്ന് ഇതിന് ശേഷം ഞാൻ ഡൗൺ ട്രെൻഡ് മാത്രമേ നോക്കുന്നുള്ളൂ. ഡൗൺ ട്രെൻഡ് നോക്കുമ്പോൾ എക്സ്ട്രീം ട്രെൻഡിന് തൊട്ടടുത്തേക്ക് വന്നിട്ട് എഗെയിൻ ഇവിടുന്ന് താഴത്തേക്കുള്ള ട്രേഡ് കാണിച്ചു. ആ ഒരു ട്രേഡിനെ ഞാൻ പിക്ക് ചെയ്തു. അടുത്ത ഓപ്പർച്യൂണിറ്റി വരുന്നത് ഈ ഒരു പോയിന്റിലാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ചാർട്ടിനെ സ്വിച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. കാര്യം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ചാർട്ടിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. SL കിട്ടാത്ത പരിപാടികളാണെന്നുണ്ടെങ്കിൽ നടക്കൂല. ആൻഡ് അഗെയിൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എക്സിനസിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്തൊരു ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ടെലഗ്രാം നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു സെറ്റപ്പിന് നിങ്ങൾ നിർബന്ധമായിട്ടും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ടെലഗ്രാം കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഞാൻ അതിൻ്റെ പിന്നെ റിപ്ലൈ തരുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ക്ലിയർ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഓഫ് കോഴ്സ് നമുക്ക് പിന്നെ ഞാൻ നാട്ടിലേക്ക് പോവാണ്. ആൻഡ് ചൊവ്വാഴ്ചയൊക്കെ ആയിട്ടായിരിക്കും ഞാൻ തിരിച്ചു വരാം. വന്നതിന് ശേഷം നിങ്ങൾ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് സെഷൻ നമുക്ക് ഒരെണ്ണം വെക്കാം. ആൻഡ് ആ ലൈവ് സെഷനിൽ ഞാൻ ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രോപ്പറായിട്ട് ട്രേഡ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ എന്തായാലും പിന്നെ വീഡിയോ വാച്ച് ചെയ്യുക. 1-2 പ്രാവശ്യം വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലോജിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലഗ്രാം താഴെ രേഖപ്പെടുത്തുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനിടയിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.